നമസ്കാരം. മരിക്കാൻ സെലൻസ്കിക്ക് മനസ്സില്ല, കൊല്ലാൻ പുടിൻ. റഷ്യൻ സൈന്യത്തിൻ്റെ നരനായിട്ട് ഉക്രൈൻ നടുങ്ങി. ഒരു യുദ്ധം വരുത്തി വയ്ക്കുന്ന കെടുതി അത് ചെറുതല്ല. പക്ഷേ നിസ്സഹായരായ ജനങ്ങൾ എന്തിനാണ് ഈ ദുരന്തം അനുഭവിക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ്. റഷ്യൻ യുക്രൈൻ യുദ്ധം തുടങ്ങിയിട്ട് ഏകദേശം 4 വർഷം പൂർത്തിയാകുന്നു. 5-ാം വർഷത്തിലേക്ക് പോകുമ്പോഴും യുദ്ധത്തിന്റെ ദുരന്തം പേർന്ന സാധാരണ ജനങ്ങൾ ഒരു ചോദ്യചിഹ്നമാവുകയാണ്. 80 വയസ്സുള്ളവരെ പോലും റേപ്പ് ചെയ്യുന്ന റഷ്യൻ സൈന്യമാണ്. ഈ 4.5 വർഷക്കാലത്തെ യുദ്ധത്തിനിടയിൽ കൊല്ലപ്പെട്ടു പോകുന്നത് ഏകദേശം 5 ലക്ഷത്തിലധികം സൈനികരാണ്. ഇത്തരത്തിലൊരു യുദ്ധം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തിരിച്ചടിക്കുവാനുള്ള ശക്തി ഉക്രൈനെ പോലൊരു ചെറു രാജ്യത്തിനുമുണ്ട് എന്നുള്ള തെളിയിക്കൽ കൂടിയാകുന്നത്. ഉക്രൈൻ ഡ്രോണുകളുടെ ഡിജിറ്റൽ ഗറില്ല യുദ്ധം വ്ളാഡിമിർ പുടിനെ വിറപ്പിക്കുകയാണ്. ഉക്രൈൻ നേതാവിനെ കൊല്ലാൻ പുടിൻ തയ്യാറെടുക്കുമ്പോഴും മരിക്കാൻ സെലൻസ്കിക്ക് മനസ്സില്ല എന്നുള്ളതാണ്. ലോകത്തിലെ 2ാമത്തെ വലിയ സൈനിക ശക്തി ഏതാണ് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം റഷ്യ തന്നെയാണ്. ആ റഷ്യയിലേക്ക് കടന്നു കയറി തുറമുഖത്തിനും അവിടുത്തെ പ്രധാന എണ്ണ ശുദ്ധീകരണശാലയ്ക്കും നേരെ ആക്രമിക്കുവാൻ ഉക്രൈൻ എന്ന ചെറിയ രാജ്യത്തിന് കഴിയുമെന്ന് പറഞ്ഞാൽ മുമ്പ് ചിലപ്പോൾ ആരും വിശ്വസിക്കില്ലായിരുന്നു. എന്നാൽ അത് സംഭവിച്ചു. ഒന്നല്ല പലവട്ടം. ഇക്കഴിഞ്ഞ ഏപ്രിൽ 20 റഷ്യയിലെ തുവപ്സെ തുറമുഖത്തിനും അവിടുത്തെ പ്രധാന എണ്ണ ശുദ്ധീകരണശാലയ്ക്കും നേരെയുണ്ടായ ഡ്രോൺ ആക്രമണം റഷ്യയുടെ ഊർജ്ജ കയറ്റുമതി മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാണ് നൽകിയത്. ഏകദേശം 112-ലധികം ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ഉക്രൈൻ അവിടെ ആക്രമണം നടത്തിയത്. റിഫൈനറിയിലെ എണ്ണ സംഭരണ ടാങ്കുകൾക്ക് തീപിടിപ്പിക്കുകയും വലിയ തോതിൽ പുക ഉയരുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം അവിടെ സൃഷ്ടിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നേര് തന്നെയാണ്. ഏകദേശം 10ഓളം വരുന്ന സംഭരണ ടാങ്കുകൾക്ക് തീപിടിച്ചു. ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. തുറമുഖത്തെ ഗ്യാസ് പൈപ്പ് ലൈൻ, ഒരു പള്ളി, 2 വിദ്യാലയങ്ങൾ ഇവയൊക്കെ കേടുപാടുകൾ സംഭവിച്ചു. ഇതേപോലെ ഏപ്രിൽ 16 നടന്ന സമാനമായിട്ടുള്ള ആക്രമണത്തിന് ശേഷം 4 ദിവസത്തിനുള്ളിൽ നടക്കുന്ന ആ 2ാമത്തെ വലിയ ആക്രമണമായിരുന്നു. മുൻപത്തെ തീ അണച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് വീണ്ടും അവിടെ ആക്രമണം ഉണ്ടായത് എന്നതാണ്. പ്രതിദിനം ഏകദേശം 2,40,000 ബാരൽ എണ്ണ ശുദ്ധീകരിക്കുവാൻ ശേഷിയുള്ള ഈ കേന്ദ്രം റഷ്യയുടെ എണ്ണ കയറ്റുമതിയിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമേ ഇല്ല. കോടികളുടെ നഷ്ടമാണ് ഈ ഒരൊറ്റ ആക്രമണം കൊണ്ട് റഷ്യക്കുണ്ടായത്. റഷ്യ യുക്രൈൻ യുദ്ധം 5-ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ കാര്യങ്ങൾ ആകെ മാറിമറിയുകയാണ്. ലോകം ഞെട്ടലോടെ നോക്കി നിന്ന ആ ഫെബ്രുവരി പുലരിക്ക് ശേഷം 4 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. 2022 ഫെബ്രുവരി 24 റഷ്യ ഉക്രൈനെതിരെ പ്രത്യേക സൈനിക നടപടി പ്രഖ്യാപിക്കുമ്പോൾ ദിവസങ്ങൾക്കുള്ളിൽ കീവ് വീഴുമെന്നും റഷ്യൻ പ്രസിഡന്റ് പുടിൻ വിചാരിച്ചതുപോലെ ഒരു ഭരണമാറ്റം സാധ്യമാകുമെന്നുമാണ് ലോകം കരുതിയത്. എന്നാൽ ആ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് യുദ്ധം 5-ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ലോകക്രമം തന്നെ മാറി മറിഞ്ഞിരിക്കുന്നു എന്നതാണ്. ഉക്രൈൻ ജനതയുടെ മനക്കരുത്ത് തന്നെയായിരുന്നു ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയട്ടെ. അധിനിവേശത്തെ ഏത് വിധേനയും ചെറുക്കുമെന്ന സാധാരണക്കാരുടെ ഉറച്ച തീരുമാനവും പ്രസിഡന്റ് സെലൻസ്കിയുടെ കീഴിലുള്ള ഭരണകൂടത്തിന്റെ ഐക്യവും റഷ്യ പ്രതീക്ഷിച്ചതിലും അപ്പുറത്തായിരുന്നു എന്നതാണ്. ഉക്രൈന്റെ കിഴക്കൻ ഭാഗങ്ങളിലെ നഗരങ്ങൾ പൂർണ്ണമായിട്ടും തകർന്ന് തരിപ്പണമായി. ഏകദേശം 1.5 കോടിയിലധികം ആളുകൾ അഭയാർത്ഥികളായി. ലക്ഷക്കണക്കിന് സൈനികരും സാധാരണക്കാരും കൊല്ലപ്പെട്ടു. ഇതൊക്കെ അനൗദ്യോഗികമായിട്ടുള്ള കണക്കുകളാണ് കേട്ടോ. സാമ്പത്തികമായിട്ട് രാജ്യം പതിറ്റാണ്ടുകൾ പിന്നോട്ട് പോയി. എന്നിട്ടും ചോര ചിന്തി ആ രാജ്യം പിടിച്ചു നിൽക്കുകയാണ്. വിയറ്റ്നാം ജനത അമേരിക്കയെ ഗറില്ല യുദ്ധത്തിലൂടെ പ്രതിരോധിച്ച പോലെ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ഡിജിറ്റൽ ഗറില്ല യുദ്ധത്തിലൂടെ യുക്രൈൻ റഷ്യയെ വട്ടം കറക്കിയതാണ്. റഷ്യൻ യുക്രൈൻ യുദ്ധം 5-ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഉക്രൈൻ നേരിടുന്ന നാശനഷ്ടങ്ങൾ അത്യന്തം ഭയാനകമാണ്. മരണസംഖ്യയെക്കുറിച്ച് കൃത്യമായിട്ടുള്ള കണക്കുകൾ ലഭ്യമല്ല. സൈനികരുടെ മരണസംഖ്യ ഏകദേശം 1 ലക്ഷം മുതൽ 1.5 ലക്ഷം വരെ ആയിരിക്കാമെന്ന് വിവിധ അന്താരാഷ്ട്ര ഏജൻസികളുടെ നിഗമനത്തിലൂടെ അറിയാൻ കഴിയുന്നു. ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും പുതിയ കണക്ക് പ്രകാരം 15,578 സാധാരണക്കാർ കൊല്ലപ്പെടുകയും 43,000-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറയാം. എന്നാൽ യഥാർത്ഥ മരണസംഖ്യ ഇതിനേക്കാൾ എത്രയോ ഇരട്ടി കൂടുതലാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്ന് UN തന്നെ മുന്നറിയിപ്പ് നൽകുകയാണ്. ഉക്രൈനിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും റഷ്യൻ ബോംബാക്രമണങ്ങൾ തകർന്ന് തരിപ്പണമായി. മാരിയോപോളും ബഖ്മത്തും അവദ്വിക്കത്തും തുടങ്ങിയ നഗരങ്ങളൊക്കെ പൂർണ്ണമായിട്ടും തകർന്ന് വാസയോഗ്യമല്ലാതായി മാറി. മാരിയോപോൾ നഗരത്തിന്റെ 90% തകർക്കപ്പെട്ടതായിട്ടുള്ള കണക്കുകൾ പുറത്തു വന്നു.
ഉക്രൈനിലെ ഊർജ്ജ ഉത്പാദന ശേഷിയുടെ ഏകദേശം 2/3 റഷ്യൻ ആക്രമണങ്ങളിൽ തകരുകയോ അല്ലെങ്കിൽ പിടിച്ചെടുക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. മിക്കവാറുമൊക്കെ എല്ലാ പ്രധാന വൈദ്യുത നിലയങ്ങൾക്കും നാശനഷ്ടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു. യുദ്ധം മൂലം ഏകദേശം 10 ദശലക്ഷത്തിലധികം ആളുകൾക്ക് വീട് ഉപേക്ഷിച്ച് പോകേണ്ടി വന്ന സാഹചര്യം ഉണ്ടായി. ഇതിൽ ഏകദേശം 6.5 ദശലക്ഷത്തിലധികം പേർ വിദേശ രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യപ്പെട്ടു. 2026 ഏപ്രിലിലെ കണക്കുകൾ പ്രകാരം യുക്രൈനിലെ 1723 സാംസ്കാരിക പൈതൃക കേന്ദ്രങ്ങളും 2524 സാംസ്കാരിക അടിസ്ഥാന സൗകര്യങ്ങളും, അതായത് ഈ ലൈബ്രറികളും മ്യൂസിയങ്ങളും തിയേറ്ററുകളും ഒക്കെ ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ തകർക്കപ്പെട്ടു എന്നതാണ്. ചുരുക്കത്തിൽ ഒരു തലമുറയെ തന്നെ ഇല്ലാതാക്കാനുള്ള, അല്ലെങ്കിൽ ഒരു തലമുറയെ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള വലിയൊരു ദുരന്തം, ആ ഒരു വലിയ ദുരന്തത്തിനാണ് യുക്രൈൻ മണ്ണിൽ റഷ്യൻ അധിനിവേശം വഴി തുറന്നിരിക്കുന്നത് എന്നതാണ്. ഉക്രൈന്റെ സമ്പദ് വ്യവസ്ഥയ്ക്കുണ്ടായ ആകെ നഷ്ടം എന്ന് പറയപ്പെടുന്ന $2.3 ട്രില്യൺ, അതായത് ഏകദേശം 190 ലക്ഷം കോടി രൂപ എന്ന് പറയുന്നത്. ഇത് കവിഞ്ഞതായിട്ടാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വരുന്നത്. 190 ലക്ഷം കോടിയിലധികമായി കഴിഞ്ഞു. ഇതൊക്കെ യുക്രൈന്റെ യുദ്ധത്തിന് മുമ്പുള്ള ആഭ്യന്തര ഉത്പാദനത്തെക്കാൾ 10 ഇരട്ടിയിലധികം വരുന്ന തുകയാണ് എന്നുള്ളത്. ഒരു യുദ്ധം വരുത്തി വയ്ക്കുന്ന കെടുതികളെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. നേരിട്ടുള്ള വരുമാനം നഷ്ടം ഏകദേശം $1.7 ട്രില്യൺ, അതായത് ഏകദേശം 140 ലക്ഷം കോടി രൂപ. അപ്പൊ ഇതുവരെ ഇതാണ് കണക്കാക്കി വച്ചിരിക്കുന്ന ഒരു കണക്ക്. വ്യവസായം, കൃഷി, വ്യാപാരം എന്നീ മേഖലകളിലുണ്ടായ തകർച്ചയാണ് ഇതിന് പ്രധാന കാരണം. കെട്ടിടങ്ങൾ, പാലങ്ങൾ, റോഡുകൾ, വൈദ്യുതി നിലയങ്ങൾ എന്നിവയുടെ തകർച്ചയിൽ ഉണ്ടായിട്ടുള്ള നേരിട്ടുള്ള നഷ്ടം അതുമാത്രം ഏകദേശം $195.1 ബില്യൺ, ഏകദേശം 16 ലക്ഷം കോടി രൂപ. അപ്പോൾ ഇതിൽ പകുതിയോളം വരുന്നത് പാർപ്പിട മേഖലയിലെ തകർച്ചയാണ് എന്നുള്ളത്. യുദ്ധമില്ലായിരുന്നുവെങ്കിൽ സൃഷ്ടിക്കപ്പെടുമായിരുന്ന സമ്പത്തിന്റെ നഷ്ടം ഏകദേശം $600 ബില്യൺ ആയി കണക്കാക്കുന്നു. വൻതോതിലുള്ള കൃഷിനാശവും കയറ്റുമതി തടസ്സങ്ങളും മൂലം ഏകദേശം $55 ബില്യൺ നഷ്ടം കാർഷിക മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. റഷ്യൻ ആക്രമണങ്ങളിൽ 60% ഗ്യാസ് ഉത്പാദനവും തകർക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതുവഴി $20.5 ബില്യൺ നഷ്ടമുണ്ടായി. 2022 യുക്രൈന്റെ GDP-യിൽ 29% ഇടിവുണ്ടായി. നിലവിൽ യുക്രൈൻ സമ്പദ് വ്യവസ്ഥ യുദ്ധത്തിന് മുമ്പത്തിനേക്കാൾ ഏകദേശം 21% ചെറുതുമായി. അടുത്ത 10 വർഷത്തിനുള്ളിൽ രാജ്യം പുനർനിർമ്മിക്കുവാൻ ഏകദേശം $588 ബില്യൺ, അതായത് ഏകദേശം ഒരു 49 ലക്ഷം കോടി രൂപ ആവശ്യമാണ് എന്ന് ലോകബാങ്ക് 2026 ഫെബ്രുവരിയിലെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുകയും ചെയ്തു. ഉക്രൈന്റെ ബജറ്റിന്റെ 60% ഇപ്പോൾ പ്രതിരോധ ആവശ്യങ്ങൾക്കായിട്ട് വേണ്ടി മാത്രം ചെലവഴിക്കുകയാണ്. പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ സാമ്പത്തിക സഹായമില്ലാതെ യുക്രൈൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് നിലനിൽക്കാൻ കഴിയില്ല എന്നത് ഉറപ്പായ കാര്യമാണ്. പക്ഷെ ഈ യുദ്ധം നൽകുന്ന പാഠങ്ങൾ എന്ന് പറയുന്നത്, ഇവിടെ കെട്ടിടങ്ങളും പാലങ്ങളും ഒക്കെ തകർന്നാൽ അത് നമുക്ക് പുനഃസൃഷ്ടിക്കാം. പക്ഷേ ഉക്രൈൻ ജനതയുടെ ആത്മാവിനേറ്റ മുറിവാണ് അതിഭീകരം എന്ന് പറയുന്നത്. അത്രമാത്രം വലിയ റേപ്പുകളും ലൈംഗിക അതിക്രമങ്ങളുമാണ് റഷ്യൻ സൈനികർ ആ രാജ്യത്ത് നടപ്പിലാക്കിയത് എന്നുള്ളതാണ്. ബലാത്സംഗത്തെ ഒരു യുദ്ധതന്ത്രമായി റഷ്യൻ സൈന്യം ഉപയോഗിക്കുന്നതായിട്ട് ആരോപണമുണ്ട്. 4 വയസ്സുള്ള കുട്ടികൾ മുതൽ 80 വയസ്സുള്ള വയോധികർ വരെ ക്രൂരമായിട്ടുള്ള റേപ്പിന് ഇരയായിട്ടുണ്ട് എന്നുള്ളത് UN കമ്മീഷൻ നൽകുന്ന റിപ്പോർട്ടുകളാണ്. ബലാത്സംഗം, കൂട്ടബലാത്സംഗം, നഗ്നരാക്കി പ്രദർശിപ്പിക്കൽ, ലൈംഗിക അവയവങ്ങളിൽ ഷോക്കടിപ്പിക്കൽ തുടങ്ങിയ ക്രൂരമായിട്ടുള്ള നടപടികൾ റഷ്യൻ സൈന്യം നടത്തുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുകയാണ്. കുട്ടികളുടെ മുന്നിൽ വെച്ച് മാതാപിതാക്കളെ പീഡിപ്പിച്ച സംഭവങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ബുച്ചയിലെ ഒരു വീടിന്റെ ബേസ്മെന്റിൽ 14 മുതൽ 24 വരെ പ്രായമുള്ള 25ഓളം പെൺകുട്ടികളെയും യുവതികളെയും റഷ്യൻ സൈനികർ ബന്ദികളാക്കി വെച്ചിരുന്നു. 25 ദിവസത്തോളം ഇവർ അവിടെ തടവിലായിരുന്നു. പെൺകുട്ടികളെ സൈനികർ നിരന്തരം കൂട്ടബലാത്സംഗം ചെയ്യുകയും ശാരീരികമായിട്ട് ഉപദ്രവിക്കുകയും ചെയ്തിരുന്നതായിട്ട് ഉക്രൈൻ ഹ്യൂമൻ റൈറ്റ്സ് ഓംബുഡ്സ്മാൻ പറയുകയും ചെയ്യുന്നു. അവരുടെ റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കുകയാണ്. ഒരു യുദ്ധത്തിന്റെ കെടുതികൾ അനുഭവിക്കേണ്ടി വരുന്ന സാധാരണക്കാരുടെ വിഷയങ്ങളാണിത്. ഇങ്ങനെയൊക്കെ ആക്രമിക്കപ്പെട്ടിട്ടും അതിഭീകരമായിട്ട് യുക്രൈൻ തിരിച്ചടിക്കുകയാണ്. 5 ലക്ഷത്തിലധികം റഷ്യൻ സൈനികർ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പാശ്ചാത്യ ഇന്റലിജൻസ് നൽകുന്ന റിപ്പോർട്ടുകൾ. അന്താരാഷ്ട്ര തലത്തിൽ ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധങ്ങൾ റഷ്യയെ വലിയ തോതിൽ ബാധിച്ചു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. സൈനിക ഉപകരണങ്ങളുടെ വലിയ ശേഖരം തന്നെ യുദ്ധമുഖത്ത് നശിപ്പിക്കപ്പെട്ടു. റഷ്യക്ക് 11,884 ടാങ്കുകൾ നഷ്ടമായി. 435 വിമാനങ്ങൾ തകർന്നു. കപ്പലുകളും ബോട്ടുകളും അടക്കം 33 നശിച്ചുപോയി. പലപ്പോഴും റഷ്യയുടെ യുദ്ധതന്ത്രങ്ങൾ അടക്കം പിഴച്ചു.
യുദ്ധത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ റഷ്യൻ ടാങ്കുകൾ വലിയ നിരനിരയായിട്ട് റോഡുകളിലൂടെ നീങ്ങിയത് യുക്രൈൻ സൈന്യത്തിന് അവയെ എളുപ്പത്തിൽ ആക്രമിക്കുവാനുള്ള അവസരം നൽകിയതാണ്. കൂടാതെ റഷ്യൻ ടാങ്കുകളുടെ രൂപകൽപ്പനയിലെ പിഴവ് കാരണം ഒരൊറ്റ സ്ഫോടനം നടന്നാൽ പോലും ടാങ്കിനുള്ളിൽ മുഴുവൻ വെടിക്കോപ്പുകളും പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയുണ്ടായി. തുടക്കത്തിൽ റഷ്യൻ സൈന്യത്തിനുണ്ടായ ആശയവിനിമയ തകരാറുകളും ലോജിസ്റ്റിക്സ് പ്രശ്നങ്ങളും ഒക്കെ യുക്രൈന് തിരിച്ചടിക്കാനുള്ള സമയം നൽകിയതാണ്. അപ്പോൾ യുക്രൈന് ശക്തമായ ഒരു നാവികസേന ഇല്ലെങ്കിലും അവർ നിർമ്മിച്ച കളർ ഡ്രോണുകൾ റഷ്യൻ കപ്പലുകളെ തകർക്കാൻ ഉപയോഗിച്ചു എന്നുള്ളതാണ്. കരിങ്കടലിലെ റഷ്യൻ കപ്പലുകളെ അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ഈ ബോട്ട് ഡ്രോണുകൾ ഇടിച്ചു തകർക്കുകയായിരുന്നു എന്നുള്ളതാണ്. അമേരിക്കയ്ക്ക് വിയറ്റ്നാമിലും റഷ്യക്ക് യുക്രൈനിലും ഉണ്ടായ തിരിച്ചടികൾ തമ്മിൽ വലിയ സാമ്യമുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ പല പ്രതിരോധ വിദഗ്ധരും നിരീക്ഷിക്കുന്ന അത്തരത്തിലാണ്. കാരണം വിയറ്റ്നാമിൽ വിയറ്റ്കോങ് സൈന്യം കാടുകൾക്കുള്ളിൽ ഒളിച്ചിരുന്ന് നടത്തിയ ഗറില്ല ആക്രമണങ്ങളിലൂടെയാണ് ലോകശക്തിയായ അമേരിക്കയെ തളച്ചത്. ഉക്രൈനിൽ ഇതിന് സമാനമായിട്ടുള്ള പങ്ക് വഹിക്കുന്നത് ഡ്രോണുകളാണ്. വലിയ സൈനിക സന്നാഹമുള്ള റഷ്യയെ ചെറിയ വില കുറഞ്ഞ ഡ്രോണുകൾ ഉപയോഗിച്ച് ഉക്രൈൻ നിരന്തരം പ്രതിരോധത്തിലാക്കുന്നു എന്നതാണ്. വിയറ്റ്നാമിൽ ഗറില്ലകൾ ഭൂഗർഭ തുരങ്കങ്ങളും കെണികളുമാണ് ഉപയോഗിച്ചത് എങ്കിൽ ഉക്രൈനിൽ അത് അത്യാധുനികമായിട്ടുള്ള ഡിജിറ്റൽ ഗറില്ല യുദ്ധമാണ്. ഡ്രോണുകളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഉപയോഗിച്ച് റഷ്യൻ സൈനികരുടെ ചലനങ്ങൾ നിരീക്ഷിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്ന പുതിയ രീതി. അമേരിക്ക വിയറ്റ്നാമിലും റഷ്യ ഉക്രൈനിലും കരുതിയത് വളരെ വേഗത്തിൽ വിജയം നേടാമെന്നാണ്. എന്നാൽ രണ്ട് സാഹചര്യത്തിലും പ്രാദേശിക സൈന്യത്തിന്റെ ശക്തമായിട്ടുള്ള പ്രതിരോധം അത് കാരണം യുദ്ധം വർഷങ്ങളോളം നീണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഇത് വലിയ സാമ്പത്തികമായിട്ടുള്ള നഷ്ടത്തിനും ആൾനാശത്തിനും കാരണമായി എന്നുള്ളതാണ്. വിയറ്റ്നാമിലെ ജനങ്ങൾ തങ്ങളുടെ രാജ്യം സംരക്ഷിക്കുവാൻ കാണിച്ച അതേ നിശ്ചയദാർഢ്യം ഉക്രൈൻ സൈന്യവും ജനങ്ങളും ഇപ്പോൾ അവിടെ കാണിക്കുകയാണ്. അധിനിവേശം നടത്തുന്ന സേനയ്ക്ക് അത് ആരും ആയിക്കോട്ടെ, അപ്പൊ റഷ്യ ആകാം, അമേരിക്കയാകാം, ആരായിരുന്നാലും അവർക്ക് നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും ഇങ്ങനെ പ്രാദേശികമായിട്ടുള്ള പ്രതിരോധങ്ങളാണ്, ജനങ്ങളുടെ പ്രതിരോധമാണ്. യുദ്ധം അവസാനിപ്പിക്കുവാൻ US മധ്യസ്ഥയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് എങ്കിലും പ്രദേശങ്ങൾ വിട്ടുകൊടുക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കം അത് കാരണം കാര്യമായിട്ടുള്ള പുരോഗതിയില്ല സമാധാന ചർച്ചകൾക്ക്. തങ്ങൾ പിടിച്ചെടുത്ത 4 പ്രധാന ഭാഗങ്ങളും ക്രീമിയയും റഷ്യയുടെ ഭാഗമായിട്ട് അംഗീകരിക്കണമെന്ന് പുടിൻ ആവശ്യപ്പെടുകയാണ്. എന്നാൽ സ്വന്തം മണ്ണ് വിട്ടുകൊടുക്കില്ല എന്ന കർശന നിലപാടിലാണ് യുക്രൈൻ. റഷ്യയുടെ സമ്പദ് വ്യവസ്ഥ യുദ്ധത്തിനായിട്ട് പൂർണ്ണമായിട്ടും മാറ്റപ്പെട്ടുവെങ്കിലും ചൈനയിൽ നിന്നുള്ള സഹായം വഴി അവർ യുദ്ധം തുടരുവാനുള്ള സാധ്യതയും ശേഷിയും നിലനിർത്തുന്നു. മറുവശത്ത് പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ നിന്നുള്ള സാമ്പത്തിക സഹായം ഉക്രൈനെ താങ്ങി നിർത്തുന്നു. വലിയ മുന്നേറ്റങ്ങൾ നടത്തുവാൻ ഇരുപക്ഷത്തിനും സാധിക്കാത്ത സ്തംഭനാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. റഷ്യ പിടിച്ചെടുക്കുന്ന ഓരോ മീറ്റർ ഭൂമിക്കും വലിയ സൈനിക നഷ്ടം സഹിക്കേണ്ടി വരുന്നുണ്ട് എന്നുള്ളതിൽ കുറഞ്ഞു മറ്റൊന്നുമില്ല കേട്ടോ പറയാൻ. എന്നിട്ടും ഒരു വാശിപ്പുറത്ത് അവർ യുദ്ധം തുടരുകയാണ്. അവരെ പിടിച്ചു കെട്ടാൻ കഴിയാത്തത് കൊണ്ടല്ല റഷ്യക്കും. പക്ഷെ യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം 5 വർഷത്തിലേക്ക്, 4 വർഷം പൂർത്തിയാക്കി 5-ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഇനിയെങ്കിലും ഈ യുദ്ധം അവസാനിക്കേണ്ടതല്ലേ, അല്ലെങ്കിൽ ഈ യുദ്ധം അവസാനിപ്പിക്കേണ്ടതല്ലേ? ഇവിടെ സാധാരണ ജനങ്ങളെ കൊന്നു തള്ളുമ്പോൾ ഉക്രൈന്റെ നേതാവിന് സെലൻസ്കിയെ കൊല്ലാനായി പുടിൻ പുറപ്പെടുമ്പോഴും സെലൻസ്കിക്ക് മരിക്കാൻ മനസ്സില്ല എന്നതാണ്. റഷ്യൻ സൈന്യത്തിന്റെ നരനായാട്ട് 4 വയസ്സ് മുതൽ 80 വയസ്സ് വരെയുള്ള സ്ത്രീകളുടെ ദേഹത്ത് തീർക്കുമ്പോൾ ഈ യുദ്ധം ആർക്ക് വേണ്ടിയാണ് എന്ന് ചിന്തിക്കുക. അത്തരത്തിലുള്ള നരനായാട്ടുകൾക്ക് വളരെ കൃത്യമായിട്ടുള്ള തിരിച്ചടിയാണ് യുക്രൈൻ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ പരസ്പരമുള്ള ഇത്തരത്തിലുള്ള യുദ്ധങ്ങൾ വർഷങ്ങളോളം നീണ്ടുപോകുന്നത് ഒരു ജനതയുടെ ആത്മാവിനെ, അവരുടെ ആത്മധൈര്യത്തെ കെടുത്തിക്കളയുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.